മാന്യ പ്രേക്ഷകരെ, എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് സ്വാഗതം. ലോകം ഒരു മഹായുദ്ധത്തിൻ്റെ മുൾമുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. ഇറാൻ ഇസ്രായേൽ വാർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇതിനു മുമ്പ് ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്നൊരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത മാതിരി പശ്ചിമേഷ്യയിൽ ആയുധങ്ങളെല്ലാം സംഭരിച്ച് അമേരിക്കയും ഇസ്രയേലും കൂടി ഇറാനെ ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നു. ലോകം ഭയാശങ്കയുടെ മുൾമുനയിലാണ്. സുഹൃത്തുക്കളെ, ഇത് ഒരു മൂന്നാം ലോകമഹായുദ്ധമായി മാറുമോ എന്ന് എല്ലാ ലോകരാജ്യങ്ങളും ആശങ്കയോടെ വീക്ഷിക്കുന്നു. നമ്മൾ ആ പഴയ വീഡിയോയിൽ പറഞ്ഞതുമാതിരി അമേരിക്കയും ഇസ്രയേലും കൂടി മിഡിൽ ഈസ്റ്റിൽ ഇറാനിലെ റെജീം ചേഞ്ച് ഇറാൻ ആയത്തുള്ള ഖൊമൈനി ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് ഭരണമാറ്റം വേണമെന്ന് ഉള്ളതാണ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ശാഠ്യം. അതിൽ കുറഞ്ഞവർക്ക് ഒന്നും പറ്റുകയില്ല. അതിനാൽ ഒരു സമാധാനത്തിൻ്റെയും ഉടമ്പടിയുടെയും ഒക്കെ കാര്യമൊക്കെ പറഞ്ഞ് ഒരു പുകമറ സൃഷ്ടിച്ചെങ്കിലും അവർ അവസാന നിമിഷം ഈ റമദാൻ കാലത്ത് തന്നെ, ഈ നോമ്പ് കാലത്ത് തന്നെ കയറി ഇറാനെ ആക്രമിച്ചു. ഈ ഭരണമാറ്റം കൊണ്ട് ഇസ്രയേലും അമേരിക്കയും ഉദ്ദേശിക്കുന്ന എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇറാനിയൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം പ്രയോഗിക്കപ്പെടുക ഇസ്രയേലിലായിരിക്കും. അതിനാൽ ഇസ്രയേലിൻ്റെ ശാഠ്യത്തിന് അനുവദിച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രയേലും കൂടി ഇറാനെ ആക്രമിക്കുകയാണ് ഇപ്പം ഉണ്ടായത്. ഇറാൻ പറഞ്ഞു, പഴയതുപോലെയല്ല, ഞങ്ങളുടെ അവസാന കോപ്പും ഉപയോഗിച്ച് തിരിച്ചടിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ അവർ പ്രവർത്തിച്ചു. ഇപ്പം മിഡിൽ ഈസ്റ്റിലെ ഈ വാറിൽ അമേരിക്ക തുടങ്ങിവെച്ച ഈ വാറിൽ അമേരിക്കയും ഇസ്രയേലും കൂടെ തുടങ്ങിവെച്ച ഈ വാറിൽ ഓൾറെഡി അവർ മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ രാജ്യങ്ങളായ UAE, ഖത്തർ, ജോർദാൻ, ബഹ്റിൻ എല്ലാം ആക്രമിക്കപ്പെട്ടു. ഇപ്പം യുദ്ധത്തിൻ്റെ കാഹളം മുഴുകയാണ്. ഏറ്റവും സങ്കടകരമായിട്ടുള്ള സീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിഞ്ചു കുഞ്ഞുങ്ങളായ 105 കുട്ടികൾ ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഒരു യുദ്ധത്തിൽ കുട്ടികളും സ്ത്രീകളും സാധാരണ ജനങ്ങളാണ് കൂടുതൽ കഷ്ടപ്പെടുന്നത്. ഒരു ചാൺ വയറിനു വേണ്ടി അന്നു തന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടി കഴിയുന്ന ഈ സാമാന്യ ജനങ്ങൾ അതിക്രൂരമായി കൊല്ലപ്പെടുന്നു. ഇതുതന്നെയാണ് ഇപ്പം ലോകത്ത് ഭൂരിഭാഗം സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വയസ്സന്മാരായ യുദ്ധക്കൊതിയന്മാർ രാജ്യങ്ങളുടെയും ജനങ്ങളുടെയും പേര് പറഞ്ഞ് സമ്പത്ത് കൂട്ടി അവരും അവരുടെ കുടുംബങ്ങളും 10,000-കണക്കിന് തലമുറ തിന്ന് ആർമാദിക്കാനുള്ളതെല്ലാം മറ്റുള്ള രാജ്യങ്ങളിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ചും കള്ളപ്പേരിലും കപടതയിലും വഞ്ചനയിലും ചതിയിലും ഉണ്ടാക്കി കൂട്ടിയിട്ട് അവർ മറ്റുള്ള പാവങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഇറാനിൽ 105 ഒരു സ്കൂളിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ, ബാലികകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ സങ്കടത്തോടുകൂടി പുറത്തേക്ക് വരുന്നു. എവിടെയാണെങ്കിലും മനുഷ്യർ തന്നെയാണ്. അമേരിക്കക്കാരനാണേലും യൂതനാണേലും ഇസ്രയേലുകാരനാണെങ്കിലും ഇറാനിയനാണെങ്കിലും അറബിയാണെങ്കിലും ഖത്തറുകാരനാണെങ്കിലും ഹമാസ് ആണെങ്കിലും പാലസ്തീനാണെങ്കിലും മനുഷ്യർ തന്നെയാണ്. മനുഷ്യരിൽ 2 ജാതിയേ ഉള്ളൂ, ആണും പെണ്ണും. അത് ഇത്ര ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നതും ഈ മഹായുദ്ധങ്ങളെല്ലാം ഈ ലോകത്ത് കണ്ടിരിക്കുന്നു. ഒരു കാര്യം സുഹൃത്തുക്കളെ, ഞാൻ ഖേദപൂർവ്വം പറയട്ടെ, മനുഷ്യൻ വലിയ അത്യാധുനിക ലോകത്താണ് ജീവിക്കുന്നതെങ്കിലും ചിന്താശേഷിയും ബുദ്ധിശക്തിയും M35 വിമാനങ്ങളും ഹൈപ്പർസോണിക്കുകളും ഇൻ്റർനെറ്റുകളും AIയും എല്ലാം ഉണ്ടെങ്കിലും തലയ്ക്ക് വെളിവ് ഇതുവരെയും ആർക്കും വന്നിട്ടില്ല. ഈ ലോകത്ത് മനുഷ്യന് മാത്രമാണ് ഈ ദൈവങ്ങളും സ്റ്റാച്യുകളും ഐഡിയലിസവും ലേബലുകളും ഫോട്ടോകളും ആരാധനയും മനുഷ്യാരാധനയും വിഗ്രഹാരാധനയും കാനിബോലിസവും എപ്സ്റ്റീൻ ഫയലും ക്രൂരതയും എല്ലാം ഉള്ളത്. മൃഗങ്ങളെ നോക്കിക്ക് അവർക്കാർക്കും ഇതുമില്ല. അവർക്ക് മൃഗങ്ങൾക്ക് കൊണ്ട് കണ്ണും കാലും കയ്യും ഒരു ഭക്ഷണത്തിന് വേണ്ടി മാത്രമേ വേട്ടയാടുകയുള്ളൂ. ഇതേപോലെ മൃഗങ്ങളെക്കാൾ അധപതിച്ച ഒരു മനുഷ്യ സമൂഹമാണ് നമ്മൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. മൃഗങ്ങൾക്കൊന്നും ഒരു ദൈവമോ ആരാധനാമൂർത്തിയോ ഒന്നുമില്ല. അവർ സമ്പാദിച്ചു കൂട്ടുന്നില്ല. അവർ ജീവിക്കുന്നു, മരിക്കുന്നു, ഈ പ്രകൃതിയെ ആസ്വദിക്കുന്നു.
മനുഷ്യനിവിടെ മറ്റുള്ള ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടും കൊലവിളി വിളിച്ചുകൊണ്ടും ഒഴിവാക്കാമായിരുന്ന യുദ്ധം ഒഴിവാക്കാതെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധഭീതിയിൽ ദുബായിയും ബഹ്റിനും ഖത്തറും ഒക്കെ വിറയ്ക്കുന്നു, ജോർദാനും വിറയ്ക്കുന്നു. ഇവർ യുദ്ധം ഒഴിവാക്കുകയല്ല, യുദ്ധം നടത്തി മേൽക്കോയ്മ നേടുകയാണ് വേണ്ടത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ യുദ്ധം നടക്കുന്നത്. റഷ്യയും ചൈനയും ഒക്കെ കൈയും കെട്ടി നോക്കിയിരിക്കുകയാണ്. നമ്മൾ പഴയ വീഡിയോയിൽ പറഞ്ഞ മാതിരി അവർക്ക് ബിസിനസ്സാണ് വലുത്. അവരുടെ ആയുധങ്ങൾ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി ആർക്കെങ്കിലും കൊടുത്ത് ധാരാളം പണമുണ്ടാക്കി അവരുടെ റെജീം സംരക്ഷിക്കുന്നതിനാണ് അവർ നോക്കുന്നത്. ഇങ്ങനെ അതിഭയങ്കരമായ യുദ്ധക്കൊതിയന്മാരുടെ ഒരു ലോകത്താണ് ഇന്ന് ലോകജനത ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും യുദ്ധവും അത്യാധുനിക ആയുധങ്ങളും കൊന്നെടുക്കലും മാത്രം, കിംവദന്തികളും PR വർക്കും ദുരാരോപണങ്ങളും ആണ്. സുഹൃത്തുക്കളെ, ഇതിൽ ഏറ്റവും ഭയങ്കരമായ ഒരു സത്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഇപ്പോൾ സുഹൃത്തുക്കളെ, ലോകത്തിലെ സൂപ്പർ പവർ അമേരിക്കയോ ചൈനയോ റഷ്യയോ ബ്രിട്ടനോ ഫ്രാൻസോ ഒന്നുമല്ല. ഇപ്പോൾ ലോകത്തിലെ സൂപ്പർ പവർ ഇസ്രയേലാണ്. കാരണം ഇസ്രയേൽ ബൈ ഹൂക്ക് ആൻഡ് ക്രൂക്ക് മെത്തേഡ് ഈ ലോകശക്തികളിലെ മഹാനേതാക്കന്മാരെയെല്ലാം, റിപ്പബ്ലിക്കനാകട്ടെ, അമേരിക്കയുടെ ഡെമോക്രാറ്റാകട്ടെ, റിപ്പബ്ലിക്കനാകട്ടെ, ആരെങ്കിലും ആകട്ടെ, ഇവരെല്ലാം ഇസ്രയേൽ മൊസാദ് എന്ന ചാരസംഘടനയുടെ കളിപ്പാവുകളാണ്. ഇസ്രയേൽ പറയുന്ന മാതിരി അവർ കേൾക്കും, അവരതിനനുസരിച്ച് ആക്ഷൻ എടുക്കും. അതാണ് ഇപ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ ലോക നേതാക്കളുടെ വൈകൃതങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടുന്ന ഒരു തരികിടയാണോ ഈ യുദ്ധമെന്നും സംശയമുണ്ട്. ഇപ്പോൾ ഓൾറെഡി ലോകത്തെ പിടിച്ചു കുലുക്കുന്ന, ലോകത്തിലെ മതാധിപത്യത്തിനെയും ചാരസംഘടനകളെയും അതേപോലെ തന്നെ ലോക നേതാക്കളുടെ യഥാർത്ഥ സ്വഭാവത്തെയും പിടിച്ചു കുലുക്കുന്ന എപ്സ്റ്റീൻ ഫയലിനെ മറയ്ക്കാനാണോ ഈ യുദ്ധമെന്ന് പോലും സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെ തന്നെ പറയാം, ലോക ക്രൂരത വെളിവാക്കപ്പെടുന്ന ഈ ഫയലുകൾ എപ്സ്റ്റീൻ തന്നെ വേറെ ആരുടെയോ കളിപ്പാവയായിരുന്നോ എന്നുള്ള ഒരു സംശയവും വന്നിരിക്കുന്നു. ഇങ്ങനെ ക്രൂരതയുടെ പര്യായമായിരിക്കുന്ന ഇതിനെ മറച്ചു വെക്കാൻ വേണ്ടി നടത്തുന്ന യുദ്ധമാണ് ഇത് എന്നും സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതേപോലെ നമ്മുടെ മോഡിജിയും അവിടെ ചെന്ന് ഇസ്രയേലിന് ഫുൾ സപ്പോർട്ട് കൊടുത്തു. ആരോട് ചോദിക്കുന്നു? ജനങ്ങളുടെ സപ്പോർട്ടോ ഒന്നുമില്ല. തട്ടിപ്പ്, തരികിട, വഞ്ചന, ചതി, ഇങ്ങനെ സത്യം ലോകം മറക്കുന്നു. പാവങ്ങൾ കൊല ചെയ്യപ്പെടുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ അതിക്രൂരമായി നിഷ്കളങ്കതകൾ കൊല ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഈ മഹാക്രൂരന്മാരായ ഭരണാധികാരികൾ ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായിട്ട് എൻ്റെ രാജ്യം, എൻ്റെ വീട്, എൻ്റെ സുഖം, എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബം, എൻ്റെ സ്വത്ത് എന്നും പറഞ്ഞ് ഇവർ സ്വരൂപിച്ചു വെക്കുന്ന ഈ ഭൂമിയിലെ ജീവിതം എന്തായാലും നിത്യവും ഇല്ലാതെ, അതിനുള്ള നിത്യമായി ഇവിടെ ജീവിക്കാൻ വേണ്ടിയുള്ള നിരീക്ഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. എങ്ങനെയാണെങ്കിലും ലോക അസമാധാനത്തിൻ്റെയും അശാന്തതയുടെയും വിളനിലമായി മാറിക്കൊണ്ടിരിക്കുന്നു. റിലീജിയസ് നേതാക്കളൊക്കെ കേട്ടാൽ ഇറക്കുന്ന ക്രൂരത ഫയലുകളിലെല്ലാം അവരുടെ ഫോട്ടോകൾ നിറഞ്ഞിരിക്കുന്നു. അന്വേഷണങ്ങൾ തട്ടിമറിക്കുന്നു, അന്വേഷണങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു. എല്ലായിടത്തും സത്യം പുറത്തു വരാതെ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ സുഹൃത്തുക്കളെ, അശാന്തിയുടെ ലോകത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സത്യവും നീതിയും ധർമ്മവും നീണാൽ വാഴട്ടെ. അത് ഈ യുദ്ധം സ്പ്രെഡാകാതെ, മറ്റുള്ള എത്രയോ ലക്ഷം ജനങ്ങളാണ് കഷ്ടപ്പെടുന്നത്, എത്രയോ ലക്ഷം ഹ്യൂമൻ ജീവിതമാണ് നശിക്കപ്പെടുന്നത് ഈ യുദ്ധം മൂലം. ബങ്കറുകളിലും ഒളിത്താവളങ്ങളിലും അതിശക്തമായ സെക്യൂരിറ്റി ഗേറ്റുകളിലും എല്ലാം ഇരുന്നു കൊണ്ടിട്ട് ഈ ലോക നേതാക്കൾ എന്ന് പറയപ്പെടുന്ന ഈ മനുഷ്യജീവികൾ കാണിക്കുന്ന അക്രമത്തെ നമുക്ക് അപലപിക്കാം. യുദ്ധത്തിനെതിരെ നമുക്ക് നിലകൊള്ളാം, ലോകസമാധാനമായിട്ട് നിലകൊള്ളാം. ഈ ലോകം എല്ലാവർക്കും ഉള്ളതാണ്, ആരുടെയും കുത്തകയൊന്നുമല്ല. എല്ലാവർക്കും വേണ്ടിയാണ് ഈ ലോകമുള്ളത്, ഈ ഭൂലോകമുള്ളത്, ഈ പ്രപഞ്ചമുള്ളത്, യൂണിവേഴ്സ് ഉള്ളത്. മാനവികതയെ നമുക്ക് സ്നേഹിക്കാം സുഹൃത്തുക്കളെ. യുദ്ധം നീണ്ടുപോകാതിരിക്കട്ടെ. മനുഷ്യജീവൻ വിലപ്പെട്ടതാണ്. അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട്, അതിന് പകരമായിട്ട് യാതൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് മൃഗങ്ങളെയെങ്കിലും കണ്ടു നോക്കി പഠിക്കാം. എല്ലാ ഈ നാശങ്ങളും അറുതി വന്നിട്ട് ഒരു സമാധാനമുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. സുഹൃത്തുക്കളെ, നന്ദി, നമസ്കാരം. I am Captain Grandmaster Shaji Matthew.
പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു മനുഷ്യ നന്മയ്ക്ക് ഒരു തരി നന്മയുടെ വെളിച്ചത്തിന് വേണ്ടി നമുക്കിത് ഷെയർ ചെയ്യാം. നന്ദി, നമസ്കാരം, താങ്ക് യു, ഔട്ട്.